ഹായ് വ്യൂവേഴ്സ്, ഇത് നമ്മുടെ സൺഡേ സ്പെഷ്യലായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ നെല്ലിമൂട് മാർക്കറ്റിൽ പോയപ്പോൾ കപ്പയും ചിക്കനൊക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കപ്പ വെച്ചിട്ട് നമ്മൾ പാൽക്കപ്പയാണ് ഉണ്ടാക്കിയത്. പാൽക്കപ്പ നമ്മൾ ചിക്കൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ കഴിച്ചത്. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു ഈസി റെസിപ്പിയാണ്. പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളിതിപ്പോൾ 1 കിലോ കപ്പയ്ക്കകത്ത് 1 കിലോ അടുത്ത് വരും. ഇവിടെ തൂക്കിയല്ല സാധനം തരുന്നത്, അതുകൊണ്ട് അത് 50 രൂപയുടെ കപ്പയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോ സംതിങ് വരുമായിരിക്കും. അത്രയും കപ്പയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ പൊളിച്ച് ചെറുതായിട്ട് കൊത്തിയെടുത്ത് അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കപ്പ കല്ലിച്ചു പോകും, അപ്പോൾ വേഗത്തില്ല. അപ്പോൾ അതിൻ്റെ വേവ് നോക്കി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇത് നമ്മളിവിടെ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങ ചിരകി അതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് നമ്മളതിനെ പിഴിഞ്ഞെടുത്തു തേങ്ങാപ്പാലിനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിന് ചെറിയുള്ളി വേണം, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ജീരകം, ഇത്രയും നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. മൺചട്ടി ആയതുകൊണ്ടാണ് അതിനകത്ത് നിന്ന് തീയും പുകയൊക്കെ വരുന്നത് കേട്ടോ. തീ കൂടുതലായതുകൊണ്ടോ കരിഞ്ഞു പോയത് കൊണ്ടോ അല്ല. അതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം ഇതിനകത്തെ ഒരു കപ്പയൊക്കെ ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ അധികം തിളപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മസാല നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കുത്തുന്ന ഒരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ല ഗ്രേവി ആയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇതിനകത്ത് 2 ടൈപ്പ് കപ്പ ഉണ്ടായിരുന്നു. ചിലത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചിലത് വേവ് കുറവാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ എടുത്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു പ്രാവശ്യം കൊണ്ട് അടിച്ചെടുത്ത്, അങ്ങനെ 2 പ്രാവശ്യം ഒരു ഫുൾ തേങ്ങയിൽ നിന്ന് 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത പാലാണ് ഇത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കുക. കാര്യം നമുക്ക് ഇതിനകത്തിരിക്കുന്ന എല്ലാം വെന്തതാണ്. കപ്പ അതേപോലെ തന്നെ നേരത്തെ ചേർത്ത മിക്സ് എല്ലാം വെന്തതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കിടന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തിള വരുന്ന സമയത്തേക്ക് തന്നെ അത് ഓഫ് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത്. ഏകദേശം ഒരു 2 kg അടുത്ത് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തക്കാളിയൊക്കെ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ കറി വെച്ചത്. ഈ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈസി ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി കിട്ടും. നമ്മൾ കപ്പയും ചിക്കൻ കറിയായിട്ടാണ് സെർവ് ചെയ്തത്.